പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഇരുട്ടറക്കല്ലിലല്ല, ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലും പൊക്കിൾ കൊള്ളിയുടെ സുഷിരങ്ങളുടെ ഉള്ളിലൂടെ കടന്നു വരാത്ത 3 ഇരുട്ടറയുടെ ഉള്ളിൽ വെച്ച് ഏറ്റവും നല്ല ഡിസൈൻ ചെയ്ത് നമ്മളെ വരച്ചു കൊണ്ടുവന്നിട്ട് ഇത്രയും സുന്ദരമായ മുഖത്തെ ഡിസൈൻ ചെയ്തു തന്ന, സുന്ദരമായ കണ്ണിനെ ഡിസൈൻ ചെയ്തു തന്ന, സുന്ദരമായ മൂക്കിനെ ഡിസൈൻ ചെയ്തു തന്ന ആ ഇരുട്ടറക്കുള്ളിൽ ഇത്രമേൽ മനോഹരമായി നമ്മളെ ഡിസൈൻ ചെയ്തിട്ട് 600 കോടിയോളം വരുന്ന ജനങ്ങളെ ഡിസൈൻ ചെയ്ത് സൃഷ്ടിച്ചിട്ട് ഒരാളുടെ മുഖം പോലെയല്ല മറ്റൊരാളുടെ മുഖം, ഒരാളുടെ കണ്ണ് പോലെയല്ല മറ്റൊരാളുടെ കണ്ണ്, ഒരാളുടെ മുഖം ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ എനിക്ക് തന്നെ എന്റെ മുഖമല്ല നിങ്ങൾക്ക്, നിങ്ങളുടെ മുഖമല്ല അടുത്തിരിക്കുന്ന ആൾക്ക്, ഇരുട്ടറക്കുള്ളിൽ ഇത്രയും മനോഹരമായി ആര് കണ്ടാലും അത്ഭുതപ്പെടുത്തുന്ന സൗന്ദര്യത്തോടെ നമ്മളെ ഡിസൈൻ ചെയ്തതാരാ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അവനാണ് ലോകത്തിന്റെ സൂപ്പർ ഡിസൈനറായ അല്ലാഹ്. അവനാണ് സൂപ്പർ ഡിസൈനറായ അല്ലാഹ്. ഈ അല്ലാഹയെ കുറിച്ച് പറയാനും അവനെ കുറിച്ച് ചിന്തിക്കാനും ഇബ്രാഹിം നബിയെ കുറിച്ച് നമ്മൾ പറയുമ്പോ കഅബയും സംസവും മാത്രമല്ല, ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. ആദ്യം ഞാൻ പറയുന്നത് അഭിനവകാലത്ത് നമ്രൂദിന്റെ മുമ്പിൽ പോയി അല്ലദീ ഖലഖനി, എന്നെ സൃഷ്ടിച്ച അല്ലാഹുവിനെ പോലെയാവാൻ നമ്രൂദേ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ച ഇബ്രാഹിം നബിയുടെ നമ്രൂദിന്റെ കോട്ട കൊത്തളങ്ങളെ വിറപ്പിച്ച ചോദ്യമുണ്ട്. ഏകനായ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു പറയാണ് നിങ്ങൾക്ക് കണ്ണ് തന്നതാരാ? നിങ്ങൾക്ക് കണ്ണ് തന്നതാരാ? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അല്ലാഹു എടുത്തു ചോദിച്ച അവയവമാണ് 2 കണ്ണ്. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, പഠിക്കുന്നവരോട് ഈ കണ്ണിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുരങ്ങിന് പരിണാമം ഉണ്ടായപ്പോഴാണ് മനുഷ്യനുണ്ടായതെന്ന് പറയുന്നത് ഡാർവിന്റെ തിയറിയാണ്. ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം വരെയുള്ള ജീവിവർഗത്തിന്റെ ഉൽപ്പത്തി എന്ന പുസ്തകത്തിൽ കുരങ്ങ് പരിണമിച്ചിട്ടാണ് മനുഷ്യനുണ്ടായതെന്ന് പറഞ്ഞ ചാൾസ് ഡാർവിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ ഡാർവിനെ ഉത്തരം പൊട്ടിച്ച നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവം കണ്ണാണ്. ഈ കണ്ണെങ്ങനെ രൂപാന്തരപ്പെട്ടു എന്ന് ഡാർവിനും പറയാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൊരത്ഭുതമാണ്, മഹാത്ഭുതം. എന്റെ നിങ്ങളുടെയും കണ്ണ് ഈ കാണുന്ന ക്യാമറയുടെ ലെൻസായിട്ട് സങ്കല്പിച്ചാൽ അതിന്റെ വലിപ്പം എത്രയാണെന്നറിയോ? 160 മെഗാ പിക്സലാണ്. ഒരാപ്പിൾ കമ്പനിയും അത് കണ്ടുപിടിച്ചിട്ടില്ല. 160 മെഗാ പിക്സൽ മുമ്പിലും പാർശ്വങ്ങളിലും പുറകിലും കാണാൻ കഴിയുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന ഈ കണ്ണ്, ആ കണ്ണ് കിടക്കുന്നത് ഒരു ജലാശയത്തിന്റെ ഉള്ളിലാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണിനെ കുറിച്ച് അറിഞ്ഞാൽ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ കരഞ്ഞു പോകും. ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാനിരിക്കുന്ന നേരത്ത് തൊട്ടടുത്തിരുന്ന കുടുംബത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു പൈതൽ കൊച്ചുകുഞ്ഞ് നിർത്താതെ കരയുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ. എന്താണ് കുഞ്ഞ് കരയുന്നതെന്ന് ശ്രദ്ധിക്കുമ്പോ വാപ്പയും ഉമ്മയും അതിന്റെ കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നില്ല. ഇടനേരത്തൊന്ന് ഭക്ഷണശാലയിൽ വെച്ച് ഞാൻ അവരോട് ചോദിച്ചു, എന്തേ കുഞ്ഞിങ്ങനെ കരയുന്നതെന്ന്. അവര് പറഞ്ഞ മറുപടി, നിങ്ങൾ എന്തുകൊണ്ടാ കുഞ്ഞിന്റെ കരച്ചിൽ അടക്കാൻ ശ്രമിക്കുന്നില്ല? അവര് പറഞ്ഞ മറുപടി, ഞങ്ങളുടെ കുട്ടിയെ കാണിക്കാൻ ഞങ്ങൾ വന്നതാണ്. ഞങ്ങളുടെ കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം അവന് കരഞ്ഞാൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ലൈസോസൈം എന്ന് പറയുന്ന ഹോർമോണില്ല. അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല. കരയുന്ന നേരത്ത് കണ്ണുനീര് വരാത്തത് കൊണ്ട് കണ്ണിന്റെ ഉൾഭാഗം ഡ്രൈ ആകും. കൃഷ്ണമണിയിലേക്ക് ഇത് തട്ടിയിട്ട വേദന കൊണ്ടാണ് കുഞ്ഞ് കരയുന്നതെന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങളെ, കരയുന്ന നേരത്ത് കവിൾത്തടത്തിലൂടെ ഒളിച്ചു വരുന്ന കണ്ണുനീര് പോലും പടച്ചവന്റെ അനുഗ്രഹമാണ്, ഖാലിഖായ റബ്ബിന്റെ അനുഗ്രഹമാണ്. നമ്മൾ പറയില്ലേ അല്ലാഹുവേ കരഞ്ഞു കരഞ്ഞു മടുത്തു? അല്ല, കരയുന്ന നേരത്തെ ഈ കണ്ണുനീര് കവിൾത്തടത്തിൽ വരുന്നുവെങ്കിൽ അതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ആ കണ്ണുനീര് വന്നില്ലെങ്കിൽ കണ്ണ് വേദന എടുത്തിട്ട് വീണ്ടും നമ്മൾ കരയും. ഈ കവിൾത്തടത്തിലൂടെ കഥനത്തിന്റെ പര്യായമായി വരുന്ന കണ്ണീര് പോലും അല്ലദീ ഖലഖനി സൃഷ്ടിച്ച സമയത്തിന്റെ റബ്ബ് കണ്ണിൽ വെച്ച ഔദാര്യമാണെന്നിരിക്കെ കബ്സേ കടീഹ യാ റബ്ബ് ഉമീദ് കെ സഹാറ, കരഞ്ഞ് കരഞ്ഞ് തളർന്നെന്ന് പറയാനല്ല. അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് ഞാൻ 2 കണ്ണ് തന്നില്ല.
പടച്ചോൻ എടുത്തു ചോദിച്ചത് കൊണ്ട്. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അല്ലദീ ഖലഖനി ഖാലിഖായ റബ്ബിനെ കുറിച്ച് സംസാരിക്കുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഈ കണ്ണ് അതൊരു മഹാത്ഭുതമാണ്. ഈ ലോകത്തിനെ കണ്ടുമുട്ടിച്ച കണ്ണ്, ആ കണ്ണിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. മരിച്ചു കഴിഞ്ഞ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ ഉള്ളിൽ മൂടുപലക വെച്ച് മണ്ണുമിട്ട് മൈലാഞ്ചി ചെടിയും വെച്ച് തിരിച്ചു വന്ന് 3 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ശരീരത്തിൽ ആദ്യം അഴുകുന്നതും കണ്ണാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ആദ്യം വേർപെട്ട് അഴുകി പോകുന്നത് കണ്ണാണ്. അഴുകുന്നതാണ് ഒരു 3 ദിവസം കൊണ്ട്. സുഹൃത്തേ നിനക്കുള്ള നയനം 2, ഉടനെ മുഖമിൽ കാണുമേ ഗുഹ 2, കാണുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ആദ്യം അഴുകുന്നത് കണ്ണാണ്, അത്ഭുതപ്പെടുത്തിയതും കണ്ണാണ്. കണ്ണൊരു മഹാത്ഭുതമാണ്. അതുകൊണ്ടാണ് റബ്ബ് ചോദിച്ചത് അലം നജ്അൽ ലഹു ഐനൈൻ. ഒന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ. ഇബ്രാഹിം നബി നമ്രൂദിനോട് പറഞ്ഞത് ഖാലിഖായ റബ്ബിനെ കുറിച്ചാണ്. എന്റെ നിങ്ങളുടെ ഈ ശരീരത്തിന്റെ ഉള്ളിലെ മുഴുവൻ ഞരമ്പുകളും ഈ മൈക്കിന്റെ കോട് വയറ് പോലെ ചേർത്ത് വെച്ചാൽ അതിന്റെ നീളം എത്രയെന്നറിയുമോ? 74 കിലോമീറ്ററാണ്. എന്റെ ശരീരത്തിലെ ഞരമ്പുകൾ മുഴുവനും കൂട്ടിവെച്ച് അതിന്റെ ഒരറ്റം ഈ മണക്കാട് പള്ളിയുടെ മുറ്റത്ത് വെച്ചാൽ അത് 74 കിലോമീറ്റർ അകലെ കൊല്ലം ടൗൺ വരെ നീളമുണ്ടാകും. എന്റെ ശരീരത്തിലെ ഞരമ്പിന് 74 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഈ ഞരമ്പ് ഒരു റബ്ബർ പന്ത് ചുറ്റിവെക്കുന്നത് പോലെ എന്റെ ശരീരത്തിൽ ചുറ്റിവെച്ചിട്ട് ഇന്നേ വരെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു തടസ്സമില്ല. ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ഇതിന്റെ ഖാലിഖാരാണ്. നിങ്ങൾ മറുപടി പറയൂ. ഒരു കൊതുകിന്റെ ചിറക് പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ദൈവങ്ങളാണോ? അതല്ല അംനഗനുൽ ഖാലിഖൂൻ, ഞാനാണോ ഇതിനെ സൃഷ്ടിച്ചത്? നമ്മൾ നമ്മുടെ ഗാർഡൻ അടയ്ക്കാൻ വേണ്ടി 10 മീറ്റർ നീളമുള്ള ഒരു ചെറിയ പൈപ്പ് കൊണ്ടുപോയാൽ ഒരു മരത്തിന് ചുറ്റി വന്നത് മടങ്ങിപ്പോയാൽ പിന്നെ വെള്ളം സർക്കുലേഷൻ ഇല്ല. കഴിഞ്ഞ 10-45 വർഷമായി എന്റെ ശരീരത്തിൽ 74 കിലോമീറ്റർ നീളമുള്ള ഈ ഞരമ്പുകളെ റബ്ബർ പാൻഡ് ചുറ്റിവെച്ചിരിക്കുന്നത് പോലെ ചുറ്റിവെച്ചിട്ട് ഇന്നേ വരെ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒരു തടസ്സമില്ല. ആരാണ് ഇതിന്റെ ഖാലിഖ്? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എന്റെ ഹൃദയം ശരീരത്തിന്റെ മധ്യഭാഗത്തായി വലതുഭാഗത്തായി ഇടത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. അതിന്റെ പേരാണ് ഹൃദയം. 1 മിനിറ്റിൽ 72 പ്രാവശ്യമാണ് അത് മിടിക്കുന്നത്. 0.34 സെക്കൻഡാണ് വിശ്രമ സമയം. 1 മിനിറ്റിൽ 72 പ്രാവശ്യം അത് ക്രമാനുഗതമായി വിളിക്കുന്നുണ്ട്. ഈ 10-40 വർഷമായി അത് ഇതേവരെ ഒരേ ബാലൻസിൽ ഇത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇത് തന്നത്? നിങ്ങൾക്ക് ഞാൻ തുടി കൊട്ടുന്ന ഹൃദയത്തെ തന്നില്ലേ? ആരുടെ പേരിലാണ് നമ്മൾ ഈ ഊറ്റം കൊള്ളുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നമ്രൂദിന്റെ മുമ്പിലെ ആദ്യത്തെ പ്രസംഗം അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നെ പരിപാലിച്ചത്, അവനാണ് ഈ ശരീരത്തെ മുഴുവൻ തന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇത്രമേൽ മനോഹരമായി ഈ ശരീരത്തെ ഇതിനെ താളാത്മകമായി കൊണ്ടുപോകുന്നതാരാണ്? ഇന്നേ വരെ ഒരു പുരുഷന്റെ ശരീരത്തിൽ 5 ലിറ്റർ രക്തമുണ്ട്. നമ്മളൊക്കെ മെഡിക്കൽ കോളേജിൽ നെഫ്രോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം കാണാം. ഈ മുതുകിന്റെ ഭാഗത്തായി താഴ്ഭാഗത്ത് 8 ഗ്രാം തൂക്കമുള്ള 10 ഗ്രാമോളം വ്യാസമുള്ള ഒരു ബദാം പരിപ്പിന്റെ ആകൃതിയുള്ള ഒരു ചെറിയ അവയവമുണ്ട്. അതിന്റെ പേരാണ് വൃക്ക. ഒരു ശരീരത്തിൽ ഏതാണ്ട് ഒരു ദിവസം 1400 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകണം വൃക്ക വർക്ക് ചെയ്യണമെങ്കിൽ. ആ 1400 ലിറ്റർ ഫിൽട്രേറ്റ് ദ്രാവകം ഉണ്ടാകണമെങ്കിൽ 350 ലിറ്റർ രക്തം ഒരു ദിവസം നമ്മുടെ വൃക്കയിലൂടെ കറങ്ങിപ്പോണം. ഏറ്റവും സങ്കീർണമായ ചോദ്യം, 350 ലിറ്റർ രക്തമല്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആകെയുള്ള രക്തം 5 ലിറ്റർ. പുരുഷന്റെ ശരീരത്തിൽ 5 ലിറ്റർ, സ്ത്രീയാണെങ്കിൽ 4.5 ലിറ്റർ. 5 ലിറ്റർ രക്തം 350 പ്രാവശ്യം ഒരു ദിവസം 24 മണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ വൃക്കയിലൂടെ കയറി ഇറങ്ങി നടന്നാലേ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ രക്തത്തിന്റെ ചംക്രമണം ഉണ്ടാവൂ. ഇതിന്റെ ഇടയിൽ ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ ഉയർന്നിരിക്കുമ്പോഴും എന്റെ വൃക്കയിലൂടെ ഈ രക്തത്തിന്റെ പ്രവാഹം നടത്തിയ റബ്ബേ, നിന്റെ മുമ്പിലല്ലേ ഞാൻ 5 നേരം സുജൂദ് ചെയ്യേണ്ടത്? നിനക്കല്ലേ ഞാൻ നമസ്കരിക്കേണ്ടത്? ആ വൃക്കയ്ക്ക് ഇതേവരെ നമ്മളൊരു കിർലോസ്കറിന്റെ മോട്ടർ
മോട്ടോർ ചാലയിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ 2 വർഷം കഴിയുമ്പോൾ ഒന്നുകിൽ അമിത പ്രവർത്തനം കൊണ്ട് കോയിൽ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ മോട്ടോർ തകരാറിലാവും. 10-40 വർഷമായി 5 ലിറ്റർ രക്തത്തെ 350 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് എന്റെ വൃക്ക ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രയാസവുമില്ല. ആരാണ് ഇതിനെ സംവിധാനിച്ചത്? അവനാണ്. ആ അല്ലാഹുവിനെ കുറിച്ചാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്റെ സൃഷ്ടാവ്. അവന്റെ മുമ്പിലല്ലാതെ ഞാൻ എന്നെ നെറ്റിത്തടം വെക്കില്ല, അവന്റെ മുമ്പിലല്ലാതെ ഞാൻ സുജൂദ് ചെയ്യില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖാലിഖായ റബ്ബിനെ, റാസിഖായ റബ്ബിനെ, അത് മാത്രമല്ല അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. ഇബ്രാഹിം നബിയുടെ ആദ്യത്തെ പ്രസംഗം അതാണ്, അവനാണ് എനിക്ക് സന്മാർഗം തന്നത്. സൃഷ്ടാവായാൽ മാത്രമല്ല, ആ സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ എനിക്ക് ഹിദായത്ത് തന്നതും എന്റെ അല്ലാഹുവാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുജൂദ് ചെയ്ത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, പടച്ചവനെ എന്റെ ഈ അനുഗ്രഹത്തിന്റെ പേരിൽ നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ എന്ന് മരിക്കുന്നത് വരെ തൗഹീദിന്റെ ഉപാസകനായി റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഫഹുവ യഹ്ദീൻ, അവൻ എനിക്ക് സന്മാർഗവും തന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. ഖാലിഖായ റബ്ബിനെ തിരിച്ചറിയുന്ന സന്മാർഗം തന്നതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മളെ ആ ഹിദായത്തിൽ തന്നെ അള്ളാഹു ജീവിപ്പിക്കുകയും ഹിദായത്തിൽ തന്നെ മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ പറയും. അതൊരു വലിയ കാര്യമാണ്. മുസ്ലിമായി ജനിച്ചവരെല്ലാം മുസ്ലിമായി മരിക്കണമെന്നില്ല. അല്ലദീ ഖലഖനി, ഖാലിഖായ റബ്ബിനെ തിരിച്ചറിയുകയും ഫഹുവ യഹ്ദീൻ, അവൻ തന്ന സന്മാർഗത്തിലൂടെ മനസ്സ് അവസാനം വരെ സുജൂദിൽ കിടക്കുമ്പോൾ ഇതൊക്കെ ഓർക്കണം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി 14 പ്രാവശ്യം ഖുർആനിൽ സൂറത്ത് ഓതുമ്പോൾ സുജൂദിന്റെ ആയത്ത് വരുമ്പോൾ സുജൂദ് ചെയ്യണം. ആ സുജൂദിൽ എന്താ പറയാ? നമ്മൾ സജദ വജ്ഹിഹി ലില്ലദീ ഖലഖഹു വസവ്വറഹു വശക്ക സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. സജദ വജ്ഹിഹി ലില്ലദീ ഫത്തറഹു, ഈ ലോകത്തെ മുഴുവൻ തീരുമാനിച്ചെന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ തല കുനിക്കുകയാണ്. ഖലഖനി, അവൻ എന്നെ സൃഷ്ടിച്ചു. വസവ്വറനി, അവൻ എനിക്ക് മനോഹരമായ രൂപം തന്നു. ആരാണ് ഇത് തന്നത്? സഹോദരങ്ങൾ, ഇതെല്ലാവർക്കും കഴിയില്ല. ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ രക്തത്തിന് പകരം നിൽക്കാൻ കഴിയുന്ന എന്തെങ്കിലും മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്? ജാർവിക് 7 എന്ന പേരിൽ അലുമിനിയവും പോളിയൂറിക്കനും ഉപയോഗിച്ചിട്ട് കൃത്രിമ ഹൃദയം ശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. രക്തത്തിന് പകരം നിൽക്കാൻ കഴിയുന്ന ഒരു തുള്ളി ആർക്കാണ് കഴിയുന്നത്? ഒരു മനുഷ്യന്റെ സൃഷ്ടിപത്ര സങ്കീർണമൊന്നുമല്ല. 10 ഗാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കോട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുഴച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരമായി. എന്റെ ശരീരം ഉണ്ടാക്കാൻ ഇത്രയും സാധനം മതി. ഇത് ലോകത്തെല്ലായിടത്തും ലഭ്യമാണ്. 10 ഗാലൻ വെള്ളവും 7 ബാർ സോപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമുള്ള കൊഴുപ്പും 9000 പെൻസിലുകൾക്കുള്ളിലെ കാർബണും 2200 തീപ്പെട്ടിക്കോലുകൾക്കുള്ളിലുള്ള ഫോസ്ഫറസും ഒരു സാമാന്യം വലിയ ആണിയിലുള്ളത്ര ഇരുമ്പും ഒരു കോഴിക്കോട് വെള്ളയടിക്കാൻ ആവശ്യമുള്ള ചുണ്ണാമ്പും ഒരൽപ്പം മഗ്നീഷ്യവും സൾഫറും ശരിയായ അനുപാതത്തിൽ കൂട്ടിക്കുഴച്ചാൽ ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാം. കാലുള്ള, കൈയുള്ള, കാതുള്ള, നെറ്റിത്തടമുള്ള, കണ്ണുകളുള്ള ഒരു മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കാം. പക്ഷേ ചോദ്യം അവിടെയല്ല. ആ കണ്ണൊന്ന് ഇമ വെട്ടാൻ, ആ കണ്ണിന്റെ പീലി ഒന്ന് വളരാൻ, ഈ നഖമൊന്ന് വളരാൻ, ഈ കാലൊന്ന് ചലിക്കാൻ അതിന്റെ ഉള്ളിൽ ഒരു റൂഹ് വേണ്ടേ? അതാരാണ് കൊടുക്കുക? അതാരാണ് കൊടുക്കുക? വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. നബിയെ, റൂഹിനെ കുറിച്ച് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്ക്, ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, റൂഹ് എന്നത് അല്ലാഹുവിന്റെ രഹസ്യമാണ്. റൂഹ് തരാൻ പടച്ചവനെ തരൂ, പിടിച്ചെടുക്കാനും അല്ലാഹുവിനെ തരൂ. സമയം പരിമിതമാണ്. അതുകൊണ്ട് ഏകനായ റബ്ബിനെ അറിയാൻ ഇബ്രാഹിം നബി ആദ്യം ചെയ്ത ദൗത്യം അല്ലാഹുവിനെ കുറിച്ച് പഠിക്കലാണ്. പടച്ചോനെ കുറിച്ച് പഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ് സഹോദരൻ. ആ അറിവ് അങ്ങനെ കിട്ടില്ല. നമ്മുടെ കുട്ടികൾ MBBS ആയതുകൊണ്ട്, എഞ്ചിനീയർ ആയതുകൊണ്ടോ അത് കിട്ടണമെന്നില്ല. സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ പഠിക്കും, ജലത്തിൽ നിന്ന് ജീവനുണ്ടായി, ജലത്തിൽ നിന്ന് ജീവനുണ്ടായി. സയൻസിനെ സംബന്ധിച്ചോളം ജീവൻ ഉണ്ടാകാൻ 2 ഘടകം മതി. ഒന്ന് ജലൻ, ഒന്ന് ജീവൻ. പക്ഷെ മൂന്നാമതൊരു ഘടകമുണ്ട്.
ഈ ജലത്തിന്റെയും ജീവന്റെയും ഒരു രക്ഷിതാവില്ലേ? അതാണ് ഖുർആന്റെ വെളിച്ചം. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. അല്ലാഹുവാണ് ജലത്തിൽ നിന്ന് ജീവനെ സൃഷ്ടിച്ചത്. ആധുനിക സയൻസ് അള്ളാഹുവിനെ ബോധപൂർവ്വം ഒഴിവാക്കും. ജലത്തിൽ നിന്ന് ജീവൻ ഉണ്ടായി അല്ല. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ജലത്തിൽ നിന്ന് ജീവൻ ഉണ്ടായത് അള്ളാഹുവാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരു അറിവ് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സൗകര്യം ഒരുക്കേണ്ടത്. ഇത് പഠിക്കാൻ അവസരം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ പെൺമക്കളുണ്ട്. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ ലോകം സ്വായത്തമാക്കിയപ്പോ നഖത്തിന്റെ 4 വലിപ്പം പോലും ഇല്ലാത്തൊരു ചിപ്പിന്റെ ഉള്ളിൽ പാതിരാത്രികളെ പകലാക്കി മാറ്റുന്ന നമ്മുടെ തലമുറ, ഭൗതികതയുടെ നടന്നു പോകുന്ന തലമുറ. അൽഹംദുലില്ലാഹ്, കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മഹല്ല് ജമാഅത്തുകളിൽ ഒന്നായ മണക്കാട് വലിയ പള്ളി മുസ്ലിം ജമാഅത്ത് അതിനുവേണ്ടി ഒരുക്കിയ ഒരു സൗകര്യമാണ് നമ്മുടെ ഇഖ്റ എന്ന അക്കാഡമി എന്ന് പറയുന്ന അക്കാഡമി. 10ാം ക്ലാസ് കഴിഞ്ഞ് മുസ്ലിം പെൺകുട്ടികൾക്ക് +1ഉം +2ഉം പിന്നെ 3 വർഷം ഡിഗ്രിയും അതോടൊപ്പം തന്നെ ഖുർആനും ഹദീസും അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസിന്റെ അഡ്മിഷൻ നടക്കുകയാണ്. ഞാനിത് നിങ്ങളോട് ഇത്രയും വാചാലമായി പടച്ചവനെ കുറിച്ച് പറഞ്ഞത് ഇത് പഠിക്കാനുള്ള അവസരം. സയൻസും വേണം, രണ്ടും വേണം. അത് പഠിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ വിജ്ഞാനത്തെ പഠിക്കണം. നമ്മുടെ പെൺമക്കളോടുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു ബാധ്യത അവരെ അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ്.